എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്ന് നോക്കിയാൽ ഞാൻ അതിനകത്ത് ഓരോ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ എമൗണ്ട് അനുസരിച്ച് അവർ കയറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും, എൻ്റെ അക്കൗണ്ടിൽ കയറും. ഹായ് ഫ്രണ്ട്സ്, പോയി ഇപ്പം ആരൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ചാനലുകൾ ഇന്റർവ്യൂ എടുക്കുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വേറെ ആരുമല്ല, ഈ ഒരു ചേച്ചി ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ഇന്റർവ്യൂ കണ്ട ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ പണി വേറെന്തോ ആണ്. അപ്പോൾ അത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ന്യൂഡായിട്ടുള്ള ഫോട്ടോസിനൊക്കെ പൈസ വാങ്ങും. ഒരു ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ ആ ഫോട്ടോന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൽ എക്സ്പോസ് ചെയ്യുന്ന ഇതനുസരിച്ച് തോതനുസരിച്ച് പൈസ ഇത്ര ആയിരിക്കും എന്നുള്ളതൊക്കെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കൂടെ ഇരിക്കുന്ന ചേട്ടന് ഭയങ്കര ചിരിയാണ്. ചേട്ടന് ചിരിച്ചിട്ട് നാണം വന്നിട്ട് വയ്യ, ഭയങ്കര ബ്ലഷിംഗ് ഒക്കെയാണ്. വീഡിയോയിലോട്ട് പോയതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തേക്കുക. എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്ന് നോക്കിയാൽ ഞാൻ അതിനകത്ത് ഓരോ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ എമൗണ്ട് അനുസരിച്ച് അവർ കയറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും, എൻ്റെ അക്കൗണ്ടിൽ കയറും. എന്ന് പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് ലൈവ് പോകാറുണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂഡ് ലൈവ് ആയിരിക്കും, ഫേസ് ഉണ്ടാവില്ല. അങ്ങനെ ലൈവ് ഒരു സമയം എത്ര പേര് കാണും? ഒരേ സമയം 70 പേരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാനൊരു പെണ്ണാണ്, വിചാരം ഒക്കെ ഉള്ളൊരു പെണ്ണാണ്. എനിക്ക് ചിലപ്പോൾ ആരോടെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടായിരിക്കാം, ഞാൻ പോയിട്ടുണ്ടായിരിക്കാം, ഇതൊക്കെ ഓക്കെ. പക്ഷേ എൻ്റെ കൂടെ ഒരാണൊരുത്തനുള്ള ഒരു സമയത്ത് ഞാൻ ആരെയും തപ്പി പോകാറില്ല, എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ 4 വർഷമായിട്ട് എൻ്റെ കൂടെ സുൽത്താനുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളരെ വൈറലായ ഒരാളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ ചോദ്യം കേട്ടാത്തൊന്നും മുല്ലപ്പെരിയാർ ചോർച്ച ചർച്ച ചെയ്ത വല്ലതുമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ വീഡിയോന്റെ താഴെ തന്നെ ഒരു കമന്റ് ഉള്ളതാണ്. ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടതിൽ നിന്ന് സൊസൈറ്റി എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂക്ക് എതിരാണ്. അങ്ങനെയുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നത് മൂലം എന്താണ് നമ്മുടെ സമൂഹത്തിനും ആ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്കുള്ള ഗുണം എന്ന് ആളുകൾ നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നെയും ചോദ്യം അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്കൊരു പ്രൊമോഷൻ, ഒരു പബ്ലിസിറ്റി, അറിയാത്ത ആൾക്കാരെയും കൂടെ അറിയിച്ച് അവർക്കൊരു പ്രൊമോഷനും വ്യൂവും കൊടുക്കുന്ന ഒരു പരിപാടിയാണോ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ഫേസ് എൻ്റെ വീഡിയോയ്ക്കകത്ത് ബ്ലർ ചെയ്ത് വെച്ചിട്ടുള്ളതും. ഇനി ഇതാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയി അത് കണ്ടുപിടിക്കേണ്ട, അതിനുവേണ്ടി തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ വന്നിട്ട്, ഒരു പുരുഷൻ വന്നിട്ട് ഒരു സ്ത്രീനെ കുറിച്ച് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുക, അവരുടെ ഫോട്ടോ ന്യൂഡായിട്ട് പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും അതിന് വാങ്ങുന്ന എമൗണ്ടിനെ കുറിച്ചിട്ടും പൈസ കിട്ടിയാലും താല്പര്യം തോന്നിയാലും കൂടെ കിടക്കുമെന്നൊക്കെ അങ്ങനെ ഇരുന്ന് അങ്ങ് ഓപ്പണായിട്ട് വിളിച്ച് പറയാണ്. നാളെ ഇത് കാണുന്ന പെൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ വിചാരിക്കുകയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടോ സോഷ്യൽ മീഡിയ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും പൈസ, നമുക്കും കിട്ടും റീച്ച്, നാളെ ഏതെങ്കിലും വലിയ വലിയ ചാനലുകൾ നമ്മളെയും വിളിക്കും ഒരു ഇന്റർവ്യൂക്ക് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നാളെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ താഴെ തന്നെ ശക്തമായ കമന്റ് ഇട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ മകളെ കാണിച്ചു കൊടുക്കുക ആദ്യം ഈ ഒരു ഇന്റർവ്യൂ എന്ന്. ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന അയാൾക്കെതിരെ തന്നെ ശക്തമായ രീതിയിൽ ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ മകനുണ്ട്, മകളുണ്ട്, മകളുടെ കുട്ടിയുണ്ട്. മകൾ ഡിവോഴ്സാണ്, മകളുടെ കുട്ടിയുണ്ട്, 6 വയസ്സായി. ഇപ്പോൾ ദേവിക മോഹൻ 5 പേരുടെ കൂടെ ജീവിച്ച വ്യക്തിയാണെന്നാണ് കേട്ടത്. 5 പേരെന്ന് പറയുമ്പോൾ 3 പുരുഷന്മാരെ കല്യാണം കഴിച്ചു, 3 പേരെ കല്യാണം കഴിച്ചു, പിന്നീട് 2 പേരുടെ കൂടെ ലിവിംഗ് ടുഗദറും ജീവിച്ചു. അവസാനം സ്വതന്ത്രമായിട്ട് ജീവിക്കാനും തീരുമാനിച്ച ഒരാളാണ്. സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്ന് തീരുമാനം ഉണ്ട് മനസ്സിൽ. ഇനി എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിന്റെ വഴി എങ്ങനെയാണോ സിംഗിളായിട്ട് ജീവിക്കാം. ഇനി സിംഗിൾ ജീവിതം എന്താണെന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം കൂടിയവരൊന്നും നമ്മളോട് ആത്മാർത്ഥത കാണിക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരാൾ വേണ്ട എന്നിങ്ങനെ മനസ്സിലുണ്ട്. സാധാരണ ഒരു വിവാഹം കഴിച്ചാൽ തന്നെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. അതെ, അത് ചിലപ്പോൾ ഡിവോഴ്സ് ആയാൽ അവരുടെ ജീവിച്ചു പോകാൻ കുടുംബമായിട്ട് കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ അതും കഴിഞ്ഞ് വീണ്ടും അടുത്തതിലേക്ക് ചാടി. 1 പഴിച്ച 3 എന്നല്ലേ, 3 കൂടി ശ്രമിച്ചു നോക്കി, 3 നടന്നില്ല. 3 ചീറ്റിയപ്പോൾ 4ാമതിലേക്ക് പോയി. 4ാമതിലൊരു കല്യാണം എന്ന് വിചാരിച്ചല്ല കേട്ടോ, ലിവിങ് ടുഗദർ. ആ സമയത്ത് നമുക്ക് ഈ എന്താ പറയുക, നമുക്കൊരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സമാധാനം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചോളൂ. അല്ലാതെ തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവളുടെ അതൊക്കെ ഇപ്പോൾ ഒരു ഭർത്താവ് ഇട്ടിട്ട് പോകുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പെണ്ണുങ്ങൾ ഇന്നും ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതാണെങ്കിലും ഭർത്താവ് ഇട്ടിട്ട് പോയതാണെങ്കിലും ഒക്കെ അവനവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി. എൻ്റെ അമ്മ പോലും 25 വയസ്സിൽ ഒറ്റപ്പെട്ടു പോയതാണ് എൻ്റെ അമ്മ, അച്ഛൻ മരിച്ചിട്ട്. ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ ഈ സ്ത്രീ തന്നെ 4 വിവാഹത്തോളം കഴിച്ചിട്ടുണ്ട്. അപ്പം ചേട്ടന് ഭയങ്കര ആകാംക്ഷയാണ്, എത്ര വിവാഹം കഴിച്ചു, ഒരു കല്യാണം കഴിച്ചാൽ തന്നെ ഇങ്ങനെയൊക്കെയാണ്, അപ്പം 2, 3, 4 കിട്ടിയ എന്താ അവസ്ഥ, എന്തൊരു ക്യൂരിയോസിറ്റിയാണ് ഇന്റർവ്യൂ എടുക്കുന്ന ചേട്ടനെ നിങ്ങൾ കാണാണ്ട് പോരുത്.
സൊസൈറ്റിയിൽ നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാരിറ്റി ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തപ്പിപ്പിടിച്ച് ജനങ്ങൾക്ക് മുമ്പിലോട്ട് കാണിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മൂലം ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കെന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ചില പീഡനത്തിൻ്റെയും മറ്റും വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീകൾ ഉള്ളതുകൊണ്ട് തന്നെ പീഡനത്തിൻ്റെ തോത് കുറയും എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ കുറയുന്നില്ല. ഭൂരിഭാഗം ആൾക്കാരും എയ്ഡ്സ് പേടിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ സമീപിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് പല വീഡിയോസിൻ്റെ കമൻറ്റ് വഴിയും പല വീഡിയോസ് വഴിയും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് മാന്യമായ രീതിയിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടാ എന്നുള്ളതാണ്. നമുക്കിപ്പം ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വർക്കിന് നിന്ന് കഴിഞ്ഞാൽ തുച്ഛമല്ലാത്തൊരു പണം നമുക്ക് സാലറി ആയിട്ട് കിട്ടും. ആ പൈസയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടി പറ്റും, ഇല്ലേ? അപ്പം പൈസയോടുള്ള ആക്രാന്തം കൂടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആളുകൾ നിർബന്ധിതരാകും. ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു ലേഡി ഒരു ദിവസം പുറത്തിറങ്ങി 4-3 ആൾക്കാരുടെ കൂടെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ലഭിക്കുന്ന പണം എത്ര നമുക്കറിയത്തില്ല. 500 രൂപയാണ് എന്ന് നമുക്ക് തൽക്കാലം കൂട്ടാം. അപ്പോൾ 500 ആണെങ്കിൽ 4 പേരുടെ കൂടെ പോയാൽ ഒരു ദിവസം 2000 രൂപ അവർ സമ്പാദിച്ചു. അപ്പോൾ ഈ ഒരു മനക്കണക്കിൽ അവർ എളുപ്പം ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടും അധികം അധ്വാന ഭാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയമില്ലാത്തത് മൂലം നമ്മൾ നമ്മുടെ വീഡിയോ നേരത്തെ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ്. മറ്റൊരു കാണുന്നവരെ ബൈ.